നമസ്കാരം, എല്ലാവർക്കും ചൈത്ര PSCയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2024 LDCക്ക് വേണ്ട കുറച്ച് പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ്. ഡെയിലി കറണ്ട് അഫയേഴ്സ് അല്ല, കുറച്ച് ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഡെയിലി കറണ്ട് അഫയേഴ്സിൻ്റെ വീഡിയോ ഞാൻ വേറെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഒന്നാമത്തെ ചോദ്യം, 2023 ബുക്കർ പുരസ്കാര ജേതാവ് ആരെന്നാണ്. അത് ഐറിഷ് സാഹിത്യകാരനായ പോൾ ലിഞ്ചിനാണ് ബുക്കർ പുരസ്കാരം ലഭിച്ചത്. അദ്ദേഹത്തിൻ്റെ പ്രൊഫറ്റ് സോങ് എന്ന കൃതിക്കാണ് ഈ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. 50,000 പൗണ്ടാണ് ഇതിൻ്റെ പുരസ്കാര തുക എന്ന് പറയുന്നത്. ഈ പുരസ്കാരം, ബുക്കർ പുരസ്കാരം നേടുന്ന 5ാമത്തെ ഐറിഷ് സാഹിത്യകാരനാണ് പോൾ ലിഞ്ച്. അയർലൻഡിൽ സ്വേച്ഛാധിപത്യം പിടിമുറുക്കുന്ന ആ ഒരു കാലത്തെ ഭാവനയിൽ സൃഷ്ടിച്ചതിനാണ് അദ്ദേഹത്തിന് ഈ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. അടുത്തത്, ടെലിവിഷൻ മേഖലയിലെ സംഭാവനയ്ക്ക് നൽകുന്ന രാജ്യാന്തര പുരസ്കാരമാണ് എമ്മി പുരസ്കാരം. ഈ പുരസ്കാരത്തിന് അർഹരായിരിക്കുന്നത് അർഹരായ രണ്ട് ഇന്ത്യക്കാരാണ്. ഒന്ന്, ചലച്ചിത്ര നിർമ്മാതാവ് ഏക്താ കപൂർ. അടുത്തത്, ഹാസ്യാവതരണത്തിനുള്ള എമ്മി പുരസ്കാരം നേടിയ ഇന്ത്യക്കാരനായ വീർദാസ്. അദ്ദേഹമാണ് ഹാസ്യാവതരണത്തിനുള്ള എമ്മി പുരസ്കാരം നേടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനും കൂടിയാണ് വീർദാസ്. ഇൻ്റർനാഷണൽ എമ്മി ഡയറക്ടറേറ്റ് പുരസ്കാരമാണ് ഏക്താ കപൂറിന് ലഭിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അടുത്തത് 2022 JCB സാഹിത്യ പുരസ്കാരം നേടിയ എഴുത്തുകാരൻ ആരാണെന്നാണ്. തമിഴ് എഴുത്തുകാരനായ പെരുമാൾ മുരുകനാണ്. അദ്ദേഹത്തിൻ്റെ ആലാണ്ട പാച്ചി എന്ന നോവൽ, അതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ ജനനി കണ്ണനാണ് ഇംഗ്ലീഷിലേക്ക് അത് വിവർത്തനം ചെയ്തത്. ഫയർ ബേർഡ്, അതിനാണ് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. ഏറ്റവും അധികം പുരസ്കാര തുകയുള്ള സാഹിത്യ പുരസ്കാരമാണ് ഈ പറയുന്ന JCB സാഹിത്യ പുരസ്കാരം. JCB ഫൗണ്ടേഷനാണ് ഈ പുരസ്കാരം നൽകുന്നത്. എഴുത്തുകാരന് ലഭിക്കുന്നത് 25 ലക്ഷം രൂപയും വിവർത്തകയ്ക്ക് 10 ലക്ഷം രൂപയുമാണ് ലഭിക്കുക. അടുത്ത ചോദ്യം, തപസ്യ കലാ സാഹിത്യവേദിയുടെ മഹാകവി അക്കിത്തം അച്യുതൻ നമ്പൂതിരി സ്മാരക പുരസ്കാരത്തിന് അർഹനായത് ആരെന്നാണ്. ഉത്തരം, പ്രൊഫസർ KP ശങ്കരനാണ്. അദ്ദേഹം ഒരു സാഹിത്യ നിരൂപകനാണ്. 1 ലക്ഷം രൂപയാണ് ഇതിൻ്റെ പുരസ്കാര തുക എന്ന് പറയുന്നത്. സാഹിത്യരംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് കേരള സർക്കാർ നൽകുന്ന പരമോന്നത ബഹുമതിയായ എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹനായത് പ്രൊഫസർ SK വസന്തനാണ്. അദ്ദേഹം പ്രശസ്തനായ ഭാഷാ ചരിത്ര പണ്ഡിതനും നിരൂപകനുമാണ്. 5 ലക്ഷം രൂപയാണ് സമ്മാനത്തുക. അടുത്ത ചോദ്യം, ഗോവയിൽ നടന്ന 54ാം രാജ്യാന്തര ഫിലിം ഫെസ്റ്റിവലിൽ സത്യജിത് റായ് ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് പുരസ്കാരം നേടിയ ഹോളിവുഡ് നടൻ ആരെന്നാണ്. ഉത്തരം, മൈക്കിൾ ഡഗ്ലസ്. ഇനി, കോർട്ടിംഗ് ഇന്ത്യ, ഇംഗ്ലണ്ട്, മുഗൾ ഇന്ത്യ ആൻഡ് ദ ഒറിജിൻ ഓഫ് എംപയർ എന്ന പുസ്തകത്തിന് ബ്രിട്ടീഷ് അക്കാഡമി ബുക്ക് പ്രൈസ് ലഭിച്ച ഇന്ത്യൻ വംശജ ആരാണെന്നാണ്. നന്ദിനി ദാസ് എന്നാണ് അവരുടെ പേര്. അവർ ഇന്ത്യൻ വംശജയാണ്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ്. ഏകദേശം 25 ലക്ഷം രൂപ, 25,000 പൗണ്ടാണ് അവർക്ക് ലഭിക്കുന്ന സമ്മാനത്തുക. അടുത്ത ചോദ്യം, പത്മ പുരസ്കാര മാതൃകയിൽ കേരള സർക്കാർ ഏർപ്പെടുത്തിയ കേരള പുരസ്കാരങ്ങൾക്ക് അർഹരായവരുടെ പേരുകളാണ്. കേരള ജ്യോതി T പത്മനാഭൻ, കേരളപ്രഭ ജസ്റ്റിസ് M ഫാത്തിമ BV സൂര്യ കൃഷ്ണമൂർത്തി, കേരളശ്രീ പുനലൂർ സോമരാജൻ ഡോക്ടർ VP ഗംഗാധരൻ, രവി DC, KM ചന്ദ്രശേഖർ, പണ്ഡിറ്റ് രമേശ് നാരായൺ. നമുക്കറിയാവുന്നവർ തന്നെയാണ് എല്ലാവരും. T പത്മനാഭന് കഴിഞ്ഞ പ്രാവശ്യത്തെ നിയമസഭാ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ജസ്റ്റിസ് ഫാത്തിമ BVയെ നമുക്ക് എല്ലാവർക്കും അറിയാം, അടുത്തിടെ അന്തരിച്ചവർ. പുനലൂർ സോമരാജൻ എന്ന് പറയുന്നത് ഗാന്ധിഭവൻ്റെ സ്ഥാപകനാണ്. അതുപോലെ ഡോക്ടർ VP ഗംഗാധരൻ പ്രശസ്തനായ ക്യാൻസർ ചികിത്സകനാണ്. അപ്പോൾ ഇങ്ങനെ പല മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ചവർക്കാണ് കേരള പുരസ്കാരങ്ങൾ ഇതുവരെ നൽകിയിരിക്കുന്നത്. കല, സാഹിത്യം, സാംസ്കാരികം തുടങ്ങിയ മേഖലകളിൽ സമഗ്ര സംഭാവന നൽകിയ വ്യക്തിക്കുള്ള നിയമസഭാ അവാർഡ് ജേതാവ് MT വാസുദേവൻ നായരാണ്. 1 ലക്ഷം രൂപയാണ് സമ്മാനത്തുക. തൊട്ട് മുൻപത്തെ വർഷം അത് T പത്മനാഭനാണ് ആദ്യമായിട്ട് ഈ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. അടുത്ത ചോദ്യം, സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിൻ്റെ അക്ഷര പുരസ്കാരം ലഭിച്ചത് M മുകുന്ദേട്ടൻ്റെ കുട്ടികൾ എന്ന കൃതിക്കാണ്. 1.25 ലക്ഷം രൂപ, 1.25 ലക്ഷം രൂപയാണ് ഇതിൻ്റെ സമ്മാനത്തുക എന്ന് പറയുന്നത്. നമുക്ക് ഇത്രയും കാര്യങ്ങൾ ഒന്നുകൂടി ഓർത്തെടുക്കാം. 2023 ബുക്കർ പുരസ്കാര ജേതാവ് ഐറിഷ് സാഹിത്യകാരനായ പോൾ ലിഞ്ചാണ്. അദ്ദേഹത്തിൻ്റെ പ്രൊഫറ്റ് സോങ് എന്ന കൃതിക്കാണ് പുരസ്കാരം.
ടെലിവിഷൻ മേഖലയിലെ സംഭാവനയ്ക്ക് നൽകുന്ന രാജ്യാന്തര ബഹുമതിയായ എമ്മി പുരസ്കാരത്തിന് അർഹരായ ഇന്ത്യക്കാരാണ് ചലച്ചിത്ര നിർമ്മാതാവ് ഏകതാ കപൂറും ഹാസ്യാവതരണത്തിനുള്ള എമ്മി പുരസ്കാരം ആദ്യമായി നേടിയ ഇന്ത്യക്കാരനായ വീർദാസും. 2022 JCB സാഹിത്യ പുരസ്കാരം നേടിയ എഴുത്തുകാരൻ പെരുമാൾ മുരുകനാണ്. അദ്ദേഹത്തിൻ്റെ ആലാണ്ട പച്ചി എന്ന നോവൽ തമിഴിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ജനനി കണ്ണനാണ്. ഇംഗ്ലീഷിൽ അതിൻ്റെ പേര് ഫയർബേർഡ് എന്നാണ്. അടുത്തത് തപസ്യ കലാസാഹിത്യവേദിയുടെ മഹാകവി അക്കിത്തം അച്യുതൻ നമ്പൂതിരി സ്മാരക പുരസ്കാരത്തിന് അർഹനായത് പ്രൊഫസർ KP ശങ്കരൻ. അദ്ദേഹം സാഹിത്യ നിരൂപകനാണ്. 1 ലക്ഷം രൂപയാണ് പുരസ്കാര തുക. സാഹിത്യരംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് കേരള സർക്കാർ നൽകുന്ന പരമോന്നത ബഹുമതിയായ എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹനായത് പ്രൊഫസർ SK വസന്തരാണ്. 5 ലക്ഷം രൂപയാണ് പുരസ്കാര തുക. ഗോവയിൽ നടന്ന 54ാം രാജ്യാന്തര ഫിലിം ഫെസ്റ്റിവലിൽ സത്യജിത്ത് റായ് ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡിന് അർഹനായത് മൈക്കിൾ ഡഗ്ലസ് ആണ്. ഹോളിവുഡ് നടനായ മൈക്കിൾ ഡഗ്ലസ്. കോർട്ടിംഗ് ഇന്ത്യ, ഇംഗ്ലണ്ട്, മുഗൾ ഇന്ത്യ ആൻഡ് ദ ഒറിജിൻ ഓഫ് എംപയർ എന്ന പുസ്തകത്തിന് ബ്രിട്ടീഷ് അക്കാഡമി ബുക്ക് പ്രൈസ് നേടിയ ഇന്ത്യൻ വംശജയാണ് നന്ദിനി ദാസ്. പത്മ പുരസ്കാര മാതൃകയിൽ കേരള സർക്കാർ ഏർപ്പെടുത്തിയ കേരള പുരസ്കാരങ്ങൾക്ക് അർഹരായവരാണ് കേരള ജ്യോതി T പത്മനാഭൻ, കേരളപ്രഭ ജസ്റ്റിസ് M ഫാത്തിമ BV ആൻഡ് സൂര്യ കൃഷ്ണമൂർത്തി, കേരള ശ്രീ പുരസ്കാരങ്ങൾ പുനലൂർ സോമരാജൻ, ഡോക്ടർ VP ഗംഗാധരൻ, രവി DC, KM ചന്ദ്രശേഖർ, പണ്ഡിറ്റ് രമേശ് നാരായൺ. കല, സാഹിത്യം, സാംസ്കാരികം തുടങ്ങിയ മേഖലകളിൽ സമഗ്ര സംഭാവന നൽകിയ വ്യക്തിക്കുള്ള നിയമസഭാ അവാർഡ് ജേതാവ് MT വാസുദേവൻ നായരാണ്. അദ്ദേഹത്തിന് 1 ലക്ഷം രൂപയാണ് സമ്മാനത്തുകയായി ലഭിക്കുക. സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിൻ്റെ അക്ഷരം പുരസ്കാരത്തിന് അർഹമായത് M മുകുന്ദേട്ടൻ്റെ കുട്ടികൾ എന്ന കൃതിക്കാണ്. ഇനി 2 ചോദ്യങ്ങൾ ഞാൻ നിങ്ങൾക്കായിട്ട് വയ്ക്കുകയാണ്. ഇതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അടുത്ത വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ ഉത്തരം പറയുന്നതായിരിക്കും. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസിഡർ ആയി നിയമിതനായ ക്രിക്കറ്റ് താരം ആരാണ്? 13ാമത്തെ ചോദ്യം, ഡൽഹിയിൽ നടക്കുന്ന പ്രഥമ ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിൻ്റെ ഭാഗ്യചിഹ്നം ഏത്? അപ്പോൾ എല്ലാവർക്കും ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്